വെൽക്കം ടു ഇന്റേൺഷിപ്പ് സീരീസ് ഡേ 3. ഇന്ന് ഈ മത്തങ്ങ വലുത കണ്ടും കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്റേൺഷിപ്പിന് പോയത്. എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല, രാവിലെ എണീറ്റപ്പോഴേ ഇങ്ങനായിരുന്നു. അങ്ങനെ ഓഫീസിലെത്തി. പിന്നെ ബി ഹൈഡ്രേറ്റഡ് എന്നാണല്ലോ. മിറർ വീഡിയോസും മാൻഡേറ്ററി ആണ്. എല്ലാം കഴിഞ്ഞ് വയ്യാത്ത കണ്ണും വെച്ചോണ്ട് ഞാൻ ആരെയാ കാത്തിരിക്കണേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ വ്ളോഗിന്റെ എല്ലാമായ റിനിത എമ്മിനെയാണ് ഗൈസ് ഞാൻ കാത്തിരുന്നത്. അങ്ങനെ മിറർ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പണിയെടുക്കാം. അങ്ങനെ പണിയെടുത്ത് അവശയായ റിനിത എമ്മിനെയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അവശത മാറാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസത്തെ ആദ്യത്തെ ചായയിലോട്ട് ഞങ്ങൾ കടക്കുവാണ്. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ, എന്റെ സീരീസിലെ മെയിൻ ക്യാരക്ടർ അത് ഈ കോഫി മെഷീൻ തന്നെയാണ്. ആരാടാ പറഞ്ഞ ഈ കോഫി ചായയും കുടിച്ച് അവശത മാറുമെന്ന്? കണ്ടു, എന്റെ റിനി ഇരിക്കണ കണ്ടു നിങ്ങൾ. അങ്ങനെ അവശതയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു വർക്കിലോട്ട് കയറി. എന്റെ ഈ വ്ളോഗിലൂടെ എല്ലാവരും ഹൈഡ്രേറ്റഡ് ആക്കുക, അതാണ് എന്റെ ലക്ഷ്യം. എന്താ എത്ര പുച്ഛമെന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാം. ഇത് എന്നെ സ്ഥിരം കേട്ടോണ്ടിരുന്ന എങ്ങനെയാ വിശക്കാതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ലഞ്ചൊക്കെ കഴിച്ചേ. അത് കഴിഞ്ഞ് പിന്നെയും വർക്ക്. ഇതാണ് ഗൈസ് എന്റെ കറങ്ങുന്ന കസേര. അത് അടുത്തത് അന്നേ ദിവസത്തെ രണ്ടാമത്തെ ചായയാണ്. സമയം പോയൊരു പോക്കെ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു ഞാൻ റിനി അവളുടെ വെസ്പയിൽ കയറി ഒരു ഫുഡ് സ്പോട്ടിലോട്ടാണ് പോകുന്നത്. കഴക്കൂട്ടത്തുള്ള കുക്കോട്രി എന്ന് പറയുന്ന ഒരു കഫേയിലാണ് കേട്ടോ ഞങ്ങൾ പോയി. ഈ ഒരു ഷവർമ കഴിക്കാൻ അവൾ എന്നെ ഓവർ ഹൈപ്ഡ് ആക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കൊക്കോട്രിയും അവരുടെ ഷവർമയും എനിക്ക് റിനി ആട്ടോ റെക്കമെൻഡ് ചെയ്ത് ഇവിടെ എടുത്ത് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നാൽ മതിയോ, നമുക്ക് വീട്ടിൽ പോകണ്ടേ? സമയം ഇപ്പൊ തന്നെ 7 കഴിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി 2-3 ബസ്സൊക്കെ കയറി അങ്ങ് വീട്ടിലോട്ട് പോയെന്നാ. അപ്പൊ ശരി എന്നാ, ബൈ ബൈ.